ആവോലി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-15 ചെറിയുള്ളി, അതേപോലെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, ഇഞ്ചി എടുക്കട്ടോ. ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. 2 ചെറിയ തക്കാളി, അല്ല 3 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്. ഒരു പാത്രം, ഒരു തേങ്ങൻ്റെ പകുതി അതിൻ്റെ തേങ്ങാപ്പാൽ. 2-ാം പാല് 3-ാം പാല് അങ്ങനെയൊന്നും ആക്കിയില്ല. നല്ലോണം കിട്ടുന്ന അത്ര എടുത്ത് പാത്രത്തിലാക്കി വെച്ചു. ഒന്നിങ്ങനെ വഴണ്ട് വരുമ്പോൾ ഈ തക്കാളി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. ഓൾറെഡി നമ്മൾ മീൻ പൊരിക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ. അപ്പോൾ എരിവ് പാകത്തിന് അനുസരിച്ച് ഇട്ടാൽ മതി. തക്കാളി ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഉടഞ്ഞ് വരട്ടെ. അതുവരെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ പുളിവെള്ളമല്ലേ, അതൊഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇപ്പോൾ പുളിവെള്ളം ആക്കി വെക്കാൻ മറന്നു, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. പുളിവെള്ളം ആക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. കുറച്ചുകൂടെ ഒരു പുളി രുചിയൊക്കെ കിട്ടുമല്ലോ, അറിയാലോ, പ്രത്യേകിച്ച് പറയണ്ടേ. ഒരു പാനിലോ അല്ലെങ്കിൽ അധികം കുണ്ടില്ലാത്ത മൺചട്ടിയിലോ ഒരു വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ വേറൊരു ഇലയും കൂടെ വെച്ച് കൊടുക്കുക. ഞാൻ ഇല വാട്ടിയിട്ടാണ് കേട്ടോ വെച്ചത്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മസാല ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലേക്കായിട്ട് മീനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മസാലയും കൂടെ അതിൻ്റെ മേലെ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ശരിക്കും ഫുള്ള് ഒഴിക്കേണ്ടേലും കേട്ടോ, കുറച്ച് അധികമായി കഴിഞ്ഞാൽ. ഫസ്റ്റ് നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ ഫുള്ളായിട്ട് അങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുത്തു പോയേ. വീണുപോയി ഗൈസ്. എനിക്കെന്താ വേണ്ടത്? ചൂടാ ചൂടാവാത്ത മീൻ ചൂടാ.
സൂപ്പറാ? ഇഷ്ടായിനോ? ഇഷ്ടപ്പെട്ടോ ശരിക്കും? ഫിഷ് നിർവാണം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിന് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ കൂട്ടി ഉണ്ടാക്കിയതാണേ. അപ്പോൾ അതിലേക്ക് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. നല്ല ടേസ്റ്റ് ആയിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.